ഒരു പ്രമേഹ രോഗിയുടെ കാല് ഒരു വിരൽ പോലും മുറിക്കരുത് എന്നുള്ളതാണ് നമ്മളെ എയിം. ഒരു പ്രമേഹ രോഗിക്ക് കാലിൽ വ്രണങ്ങൾ വരാം, പക്ഷേ അത് ശരിയായ രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക. കാലുകളിലെ രക്തധമനികളെയും നാഡീവ്യൂഹങ്ങളിലും പ്രമേഹം ബാധിക്കും, പക്ഷേ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു പ്രമേഹ രോഗിയുടെ കാലിൽ ഞരമ്പുകൾക്ക് ബാധിച്ചിട്ടുണ്ടോ, ആ പ്രമേഹ രോഗിയുടെ നാഡീധമനികളിൽ രക്തോട്ടം അളക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ആ രോഗി ആ ടെസ്റ്റ് ചെയ്തിരിക്കണം. ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ അത് ചെയ്തിട്ട് ഓരോ രോഗിയും കാലിനെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളെ എയിം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് നാഡീവ്യൂഹത്തെയോ രക്തധമനികളോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്രണങ്ങൾ ഉണങ്ങാതിരിക്കും. പക്ഷേ കുഞ്ഞു മുറിവായാലും ശരി, അത് അതാതിൻ്റെ രീതിയിൽ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ കാല് മുറിക്കേണ്ട അവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഒരു വ്രണം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പ്രമേഹ രോഗിയോട് ഡോക്ടറെ കാണാനാണ് പറയുന്നത് നമ്മൾ. ചിലപ്പോൾ ആ രോഗിക്ക് ഷുഗർ കൂടിയിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള രക്തപ്രവാഹം ഉണ്ടായിരിക്കില്ല. അതൊക്കെ അതേതാത് സമയത്ത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിവ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും, ആ കാല് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മളെ അടുത്ത് പ്രമേഹ രോഗി വരുമ്പോൾ കുഞ്ഞു മുറിവായിരിക്കാം, പക്ഷേ ആ രോഗിക്ക് അറിയണില്ല അങ്ങോട്ട് രക്തോട്ടം ഇല്ല എന്നുള്ളത്. രക്തോട്ടം ഇല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ആക്കുക, കാല് ഓഫ് ലോഡ് ചെയ്യുക എന്ന് പറയും. 1 ഗ്രാം വെയിറ്റ് പോലും ആ കാലിൽ ആ രോഗി കൊടുക്കാൻ പാടില്ല. പിന്നെ അതാത് മുറിവുകളെ നോക്കി ഏത് തരം മുറിവാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. രോഗിയുടെ കാലിൽ പൾസ് ഉണ്ടോ, നാഡീവ്യൂഹത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ സമയത്ത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഷുഗർ കൺട്രോളാക്കി ശരിയായ ഡ്രസ്സിങ് ചെയ്ത് ശരിയായ ആൻറ്റിബയോട്ടിക് ആ രോഗിക്ക് കൊടുത്ത് കാല് നിലത്ത് വെക്കാതെ ഓഫ് ലോഡ് ചെയ്ത് എന്നാൽ ചിലപ്പോൾ ആ രോഗിയുടെ മുറിവ് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ എത്രയോ രോഗികൾ നമ്മളടുത്ത് വരുന്നുണ്ട്. അപ്പോൾ 80% ഡയബറ്റിക് പേഷ്യൻസിൽ അങ്ങനെ മുറിവ് വന്നു കഴിഞ്ഞാൽ കാല് ആംപ്യൂട്ടേറ്റ് ചെയ്താൽ നമുക്ക് സംരക്ഷിച്ചെടുക്കാം. അതാണ് ഞങ്ങളെ എയിമും.